എൻ്റെ അടുത്തുള്ളയാണ്. അവരിപ്പോഴും ഉണ്ട്. അവരിപ്പം നല്ല ദൈവവൈതലായി തീർന്നു. ആയ കാലത്ത് ഭയങ്കര അഭ്യാസമൊക്കെ പഠിച്ച അമ്മയാണ്. ഇപ്പം 100 വയസ്സുണ്ട്. അവരുടെ ആയ കാലത്ത് ആരെ അടിക്കുന്ന തള്ളയായിരുന്നു. അഭ്യാസവും അറിയാം, ആരോഗ്യമുണ്ട്. ചിലക്ക് ആരോഗ്യമുണ്ടേ അഭ്യാസം അറിയത്തില്ല. അഭ്യാസം അറിയാമെങ്കിൽ ആരോഗ്യം തള്ളയ്ക്കത് രണ്ടുമുണ്ട്. അപ്പം ഞാനൊരിക്കലെ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ മുളമൂട്ടിലെ വക്കീലിനെ തല്ലിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ പണ്ട് പാർട്ടിക്കാരിയായിരുന്നു, ഇപ്പോഴല്ല, വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. മുളമൂട്ടിലെ വക്കീലിനെ അമ്മ തല്ലിയിട്ടുണ്ടെന്ന് ഞാൻ. പിന്നെ അവനെ കാലുമടക്കി അടിച്ചു. കയറി അവനെ 6 അടി പൊക്കമുണ്ട്. ഞാൻ അടിച്ചു. പിന്നെ കാലുമടി ഞാൻ അങ്ങോട്ട് മുച്ചവിടെ കയറുന്നുണ്ട്. കാലുമടക്കി 6-ാം മൈൽ പതപ്പയ്ക്ക് അടിച്ച് താഴെ ഇട്ടെന്ന്. അപ്പം അതിനെ മർമ്മസ്ഥലമൊക്കെ തള്ള എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അടിക്കണമെന്ന്. നമ്മൾ ചെയ്യത്തില്ല. എന്നാ ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. നമ്മുടെ പതപ്പയ്ക്ക് അടിച്ചാലും നമ്മൾ മിണ്ടുകയല്ല, സ്തോത്രം പറഞ്ഞ് പോരുകയുള്ളൂ. അപ്പം അമ്മ ആയ കാലത്ത് ഇങ്ങനെയൊക്കെ പയറ്റി തെളിഞ്ഞ അമ്മയാ. പക്ഷെ ഇപ്പോൾ ആ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ആരെങ്കിലും ചെന്ന അമ്മ സ്തോത്രമേ പറയൂ. ത്തില്ല. തെറി പറഞ്ഞാൽ തിരിച്ച് തെറിയൊന്നും പറയത്തില്ല. എന്നാ ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങളോടും അതാ പറയാനുള്ളത്. എന്ത് തിരിച്ചൊന്നും പറയരുത്, തല്ലുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, അനാവശ്യം പറയരുത്, തെറി പറയരുത്, ചീത്തയൊന്നും വിളിക്കരുത്. ആരെയും നമ്മളെ ഉപദ്രവിക്കാനോ ആക്ഷേപിക്കാനോ വന്നാൽ സ്തോത്രം പറഞ്ഞോ. നല്ല ശേലായി. ഇപ്പം നിങ്ങൾ പറയാ തനിക്ക് പറഞ്ഞേച്ചങ്ങ് പോയാൽ മതി. ഞാനായിവിടെ അതിന് കാരണം പറയാം. ഇത് വഴക്കിൻ്റെ മാർഗമല്ല. സുവിശേഷം ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് സമാധാനമാണ്, വഴക്ക് മാറും. ഭാര്യയും ഭർത്താവും അന്യോന്യം തെറി പറയുകയും ഭർത്താവ് തല്ലാൻ ചെല്ലുമ്പോൾ ഭാര്യ ചട്ടുക എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടാകും. ചോറ് താടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തടയെന്ന് ചോറെടുത്ത് കൊണ്ട് ആവി പറക്കുക. എന്ത് വാടി ഇത് മീനച്ചൂടാന്നും പറഞ്ഞ ഒരു ഇടി. മീനച്ചൂട്, മീനമാസത്തിലെ ചൂട് പോലാന്ന് ചോറ് കൈയിടാൻ മേല. അവര് തടയെന്ന് കൊണ്ട് കൊടുത്തത് മീനച്ചൂട് പോലാന്ന് ഈ ചോറ് തരുന്നു. രണ്ടും രക്ഷിക്കപ്പെട്ടതല്ല. ഉടനെ തള്ള എന്നെ അടുത്തു ഒരു മൊന്തക്കകത്ത് വെള്ളം കൊണ്ട് അതിലോട്ട് അങ്ങ് ഒഴിച്ചു. എന്നാ തേണ്ട ചൂടാന്നെങ്കിൽ മഴ പെയ്യാന്ന്. നേരത്തെ അയാളും വിട്ടുകൊടുത്തില്ല. മഴയുണ്ടെങ്കിൽ ഇടിയുണ്ടടി എന്ന് പറഞ്ഞ് കുടുംബിക്ക് പിടിച്ചേച്ച് നല്ല മഴ മാത്രമല്ല നല്ല ഇടിയുണ്ടെന്ന്. തള്ളയും വിട്ടില്ല. തള്ള അകത്ത് നിന്ന് തീക്കൊള്ളി എടുത്തേച്ച് പറഞ്ഞ് കൊള്ളിയാൻ മിന്നുന്നുണ്ടെന്ന്. അയാളെ കുത്തി. ഇത് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. മനസ്സിലായോ? എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ സമാധാന സുവിശേഷം വന്നു കഴിഞ്ഞാൽ ചൂടാന്ന് പറഞ്ഞ് ബഹളമുണ്ട്. അയ്യോ എൻ്റെ അച്ചായ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളു. പഴയ രീതി വെച്ച് പറയാം, ഞാനിപ്പം മുറവെടുത്തോണ്ട് വന്നൊന്ന് വീശി. അതാ സമാധാനത്തിൻ്റെ മാർഗമാണ്. അല്ലെങ്കിൽ വിശറി ഉണ്ടേ ഒന്ന് വീശി, അല്ലെങ്കിൽ ഒരു മുഴുത്ത പാത്രം കൊണ്ട് വന്ന ചോറ് ആ പാത്രത്തിലോട്ട് വിടർത്തിയിട്ട്. ഇതാ സുവിശേഷത്തിൻ്റെ വിശേഷത. ഇത് വരാതിരുന്നപ്പോഴാ തീക്കൊള്ളിയും ഇടിയും ഒക്കെ. അത് നേരത്തെ. ഇപ്പൊ ഇത് സുവിശേഷം കേട്ട് കഴിയുമ്പോഴെല്ലാം സമാധാനമാണ്, ഇല്ലേ? ഭർത്താവ് അല്പം കോപിച്ചെന്ന് കണ്ട ഉടനെ മിണ്ടുകയല്ല. ഇല്ലേ? ഭാര്യ അല്പ ഇടമ്പനാന്ന് കണ്ട ഭർത്താവ് ഒന്ന് വണ്ടി എടുത്തോണ്ട് എവിടോട്ടെങ്കിലും പൊക്കോണം. തിരിച്ചു വരുമ്പോ എന്തേലും മേടിച്ചോണ്ട് വരണം, അവർക്ക് ഇഷ്ടമുള്ളത്. അന്നേരം ഒരു പരുവത്തിലൊക്കെ ആകും. ഒന്നും അറിയാൻ മേല. ഇത് സുവിശേഷത്തിന്റെ മാർഗം ഇതാണ്. ഇത് അലോക്യം ഉണ്ടാക്കുന്നതല്ല, ബഹളം ഉണ്ടാക്കുന്നതല്ല, സമാധാനമാണ്. നീന്നധികം തന്നിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാം പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിക. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. യേശു നായകൻ സമാധാന ദായകൻ.
യേശു നായകൻ സമാധാന നിനക്കെന്നും ധനമേ എന്തിനാകുലം തളരും എൻ മനമേ എന്തിനാകുലം തളരും എൻ മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പം സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ആ സമാധാനം അനുഭവിക്കുന്നവര് കരമുയർത്തി നന്നായിട്ട് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉണ്ടോ? സമാധാനമാണ്. ആട്ടെ, ദീർഘമാക്കുന്നില്ല. ഞാൻ ഇന്ന് 9 മണിക്ക് പ്രസംഗം നിർത്താനായിരുന്നു. 7-ന് തന്നാൽ 9-ന് നിർത്താമല്ലോ എന്നൊരു ചിന്തയല്ല നേരത്തെ വന്നത്. എന്നാലും പല കാര്യങ്ങളല്ലേ ഒടുവിലത്തെ ദിവസവും ഈ മഹായോഗത്തിൻ്റെ സമാപന ദിവസവും പല കാര്യമുണ്ട്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു 9:15 നിർത്തും. ഓ മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. നന്നാകാനാന്നേ ഒറ്റ വാക്യം മതിയല്ലോ. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗം. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ ഒരു വിശേഷത ഈ സുവിശേഷം വാഗ്ദത്തം ചെയ്തതാ. ചെല്ല് പറയാ സുവിശേഷം ഈ അടുത്ത കാലത്താണ്. അല്ല, ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. ചെല്ല് പറയുന്നതിന് സുവിശേഷം ഈ അടുത്ത കാലത്താ സുഖമായി ഇവിടെ കൊണ്ടുവന്നത് അല്ല. ഉടനെ ചെല്ലു പറയാം സുഖൂല് മുമ്പ് ആളുണ്ടായിരുന്നു ഇവിടെ. കല്ലിയൂർ കുഞ്ഞുമോനായത് ഇവിടെ അല്ലേ? കല്ലിയൂർ കുഞ്ഞുമോന ഉണ്ടോ? എന്തിയേ? എവിടെയല്ലേ വാട്ടെ. അപ്പൊ ചെല്ലങ്ങ് പറയും ഇത് കുഞ്ഞുമോൻ കൊണ്ട്. കുഞ്ഞുമോന്റെ അല്ല സുവിശേഷം. ഉടനെ ചെല്ലി പറയുക ഇത് സുവിശേഷം മോശവത്സന ശാസ്ത്രിയാരുടെയാണ്. അല്ല, സുവിശേഷം അടുത്ത കാലത്ത് കിളിച്ചു വന്നതല്ലെന്ന്. സുവിശേഷം നേരത്തെ വാഗ്ദത്തം ചെയ്തതാ. ഒരു വാക്യം വായിച്ചോ, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു. അപ്പൊ ഇത് അടുത്ത കാലത്ത് ഒപ്പിച്ചോണ്ട് വന്നതല്ല. ചില ആൾക്കാർ ധരിച്ചേക്കുന്ന കുക്കുസായിപ്പ് കൊണ്ടുവന്നതാടാ സുവിശേഷം. ഉടനെ ഒരു തള്ള പറയുക ഇത് സായിപ്പന്മാര് കൊണ്ടുവന്നതാണ്. അല്ല, ഇത് സായിപ്പിന്റെ ഇറക്കുമതി അല്ലെന്ന് സുവിശേഷം. ഇത് ഉണ്ണുണ്ണി സാറ് കൊണ്ടുവന്നത് മലയാള IPCയുടെ സ്ഥാപകനെ. ഇത് ഒരു സഭയുടെയും സ്ഥാപകര് കൊണ്ടുവന്നതല്ല. സുവിശേഷം ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. അത് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇതിന്റെ ഉത്തരവാദിയും കാരണക്കാരനും സ്വർഗത്തിലെ ദൈവമാണ്. ഒന്നുകൂടെ വായിച്ചോ, കേട്ടില്ലെന്ന് തോന്നുന്നു. വായിര്. ദൈവം തന്റെ പുത്രനും ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. സുവിശേഷത്തിനായി വേർതിരിച്ചു. മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. അടുത്ത കാലത്ത് ഒപ്പിച്ചതല്ലെന്ന്. ഉൽപ്പത്തി പുസ്തകം മുതൽ അങ്ങോട്ട് പഠിച്ച് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ സുവിശേഷം. ഏതാ? യേശു ക്രിസ്തു. ഉൽപ്പത്തിയിലുണ്ടല്ലോ സ്ത്രീയുടെ സന്തതി, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. പുറപ്പാടിലുണ്ടല്ലോ പെസക കുഞ്ഞാട്, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാ. ലേവ്യ പുസ്തകത്തിലുണ്ടല്ലോ യാഗമാക്കപ്പെട്ട ഒരു കുഞ്ഞാട്. സ്തോത്രം. സംഖ്യാപുസ്തകത്തിലും ഈ കുഞ്ഞാടിന് ഈ യേശുവിനെ പറ്റി സ്തോത്രം പറയുന്നത്. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. അടിക്കപ്പെട്ട പാറ, ഇങ്ങനെയൊക്കെ ഒത്തിരി തെളിവുകളുണ്ട്.
ആവർത്തന പുസ്തകത്തിലും മുമ്പ് കൂട്ടി ഒരു പ്രവാചകന് അയക്കുമെന്ന്. യോശുവയുടെ പുസ്തകത്തിലുമുണ്ട്, ഒരു ദൂതൻ എരിഹോവിന് സമീപത്ത് നിൽക്കുമ്പോൾ. ന്യായാധിപന്മാരിലുമുണ്ട് ഈ വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. ദൂത്തിലുമുണ്ട് ഈ വാഗ്ദത്തം. വീണ്ടെടുപ്പുകാരൻ ഇല്ലേ? ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അടുത്ത കാലത്ത് കിളിച്ച് കൊണ്ടുവന്ന മാർഗമല്ല. ചില ആൾക്കാർ പറഞ്ഞു ഇത് കപ്പലേൽ ഇറക്കിയതാടാ, കപ്പലേൽ ഇറക്കിയതാടാ. ആര് കപ്പലേ ഇറക്കി? കപ്പലിലാണോ സുവിശേഷം ഇറക്കുന്നത്? സുവിശേഷം സ്വർഗത്തിൽ നിന്ന് വന്നതാ. ഇത് കപ്പലേലും പ്ലെയിനേലും വള്ളത്തേലും മഞ്ചിയാലും ഇറക്കിയതല്ല സുവിശേഷം. ഇത് ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അതിനാ വാഗ്ദത്തം. അയ്യോ, സുവിശേഷം യേശു ക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, എപ്പോൾ ജനിക്കും, ജനിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഇതെല്ലാം മുമ്പ് കൂട്ടി. ഞാൻ വാക്യം എടുത്ത് വായിച്ചോ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കൂട്ടി 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അതെല്ലാം എഴുതി വെച്ചിരിക്കുക. അല്ലാതെ ഇപ്പൊ ഒപ്പിച്ചതല്ലെന്നിത്. എങ്ങനെ ജനിക്കും? 7:14 ഷിയാവ്. ജനിക്കുന്ന ശിശുവിന്റെ പ്രത്യേകത 9:6. ആ ജനിക്കുന്ന ശിശു എന്തോ കഴിക്കും 7:14. ആ ശിശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അതാണ് 9-ാം അധ്യായത്തിന്റെ 1, 2, 3. ആ ശിശു ഏത് കുടുംബത്തിൽ നിന്ന് വരും? 11-ാം അധ്യായത്തിന്റെ 1. ആ ശിശു എങ്ങനെ ഭരിക്കും? 11-ാം അധ്യായത്തിന്റെ 5:32. ആ ശിശുവിന്റെ വിശേഷത, ആമൻ കുഞ്ഞാട, രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. യെശയ്യാ 53:6-7. ആ വാഗ്ദത്തം ചെയ്ത സുവിശേഷം ഒരു നിത്യരാജ്യം ഒരുക്കും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി. എല്ലാം വാക്യമാ. എല്ലാം എടുപ്പിക്കാൻ നേരമില്ല. എന്നാലും ഒന്ന് വായിച്ചോ, അല്ലേ പറയും അതിൽ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോയെന്ന്. വായിക്കേ. അതുകൊണ്ട് 7:14 അല്ലയോ? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ സുവിശേഷം യേശു ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് വാഗ്ദത്തം ചെയ്തു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കണ്ടോ ഒത്തത് കണ്ടോ? സൂക്ഷം 10-700 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തു. സ്തോത്രം. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ദൂതന്മാരനുദിനം കാണാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ദൂതന്മാരനുദിനം കാണാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, കന്യകാശൂന്യമായി ഈ ഭൂമിയിൽ പിറക്കും. കന്യക ഗർഭിണിയായി മകനെ സുവിശേഷം മുമ്പ് വാഗ്ദത്തം ചെയ്തതാ. ആ വാഗ്ദത്തം ആ കന്യകയുടെ മകനായിട്ട് ജനിക്കുമെന്ന്. ജനിച്ചു കഴിഞ്ഞ ആ ശിശുവിന്റെ വിശേഷത 9:6. വായിച്ചോ. വാഗ്ദത്തം ചെയ്തതല്ലേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒത്തിരി പേരെ നൽകിയിട്ടില്ല കേട്ടോ, ഒന്നേ ഉള്ളേ.